നേരത്തെ നമ്മൾ മെഡിറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇതെല്ലാം എളുപ്പത്തിൽ നേടാൻ നമുക്ക് നല്ലത് മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷനിൽ പോകുന്നതാണ്. ഇന്നും നമ്മൾ പഠിപ്പിക്കുന്ന വേദമന്ത്ര ജപമായാലും ബ്രഹ്മയജ്ഞം എന്ന സന്ധ്യാവന്ദനമായാലും പ്രണവസാധനയായാലും അതിലെല്ലാം പ്രധാനമായിട്ടുള്ളത് മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷനാണ്. സ്വാഭാവികമായും ഈ പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സ്വയം ഒരു അവബോധം വന്നു ചേരുന്നു. നമുക്കൊരു അവബോധം വന്നു ചേരും, ഇതിലൂടെ കടന്നു പോകും. അതാണ് തൻ്റെ പോരായ്മകളെക്കുറിച്ചും എടുത്തുചാട്ടത്തെക്കുറിച്ചും ചിട്ടയില്ലായ്മയെക്കുറിച്ചും അലസതയെക്കുറിച്ചുമെല്ലാം നമുക്ക് തിരിച്ചറിയാൻ ഈ മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷനിലൂടെ കഴിയുന്നു എന്ന് പലരും പറയുന്നതിന് കാരണം അവരുടെ ജീവിതത്തിൽ ചിട്ട വന്നു, അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നു, അവർക്ക് വീടില്ലാത്തവർക്ക് വീടുണ്ടായി, അല്ലെങ്കിൽ അവർക്ക് കാറ് വാങ്ങിക്കാൻ സാധിച്ചു. നോ മിറക്കിൾ ഇൻ ഇറ്റ്, ദർ ഈസ് നോ മിറക്കിൾ. ദേ ചേഞ്ച് ദർ മൈൻഡ് സെറ്റ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രദ്ധിക്കുന്നതിന് പകരം സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. കൂടുതൽ ശ്രദ്ധയോടുകൂടി ഏകാഗ്രമായി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. കൂടുതൽ കമ്പാഷനോടുകൂടി ആളുകളോട് പെരുമാറാൻ തുടങ്ങി. അതിലൂടെ അവർക്ക് കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ദർ ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യാൻ തുടങ്ങി? വളരാൻ തുടങ്ങി, അല്ലേ? അപ്പോൾ അവസരങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി. അവസരങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ പീപ്പിൾ ആർ ദെയർ ടു കം ആൻഡ് ഗിവ് ദം ഹെൽപ്പ്. അപ്പോൾ നമ്മൾ ഈ മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷനിലൂടെ നമ്മുടെ കരുത്ത് വർദ്ധിപ്പിക്കാനും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനും മുന്നേറാനും ഇതുകൊണ്ട് സാധിക്കുന്നു. അതാണ് പ്രത്യേകത. അപ്പോൾ നമ്മുടെ ജീവിത ശൈലികളിൽ മാറ്റം വരുന്നു. നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളായി ചെയ്തു പോയവരൊക്കെ ക്ഷമിക്കുന്നു. അതങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുന്നു. ഫോർ ഗിവ് ദം. നമ്മളോട് തന്നെ ചില തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാവും. ദാറ്റ് ഓൾസോ വി ആർ ഫോർ ഗിവിങ്. നമുക്കുണ്ടല്ലോ, നമുക്കും ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടാവുമല്ലോ. അപ്പം നമുക്ക് മാത്രമാണ് തെറ്റ് പറ്റാത്തതെന്ന് പറയുന്നവരാണ് നമ്മൾ. പക്ഷേ നമുക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും. ബട്ട് ഫോർ ഗിവ് ഇറ്റ്. കാരണം നമുക്ക് തന്നെ അങ്ങനെ ഒരു ഫോർഗീവ്നെസ് കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ഗിൽറ്റി കോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എന്താ പറയുക, ഒരു കുറ്റപ്പെടുത്തൽ ഉണ്ടല്ലോ, അത് മാറിക്കിട്ടും. അപ്പോൾ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു തുടങ്ങുന്നതോടെ നമ്മുടെ രക്തസമ്മർദ്ദം കുറയാൻ തുടങ്ങും, ആരോഗ്യം കൂടുതലുണ്ടാവും. കൂടാതെ ജീവിതത്തിൽ കൈവരിക്കേണ്ട നേട്ടങ്ങളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധയും ഉന്മേഷവും ഉത്സാഹവും നേടിയെടുക്കാൻ നമുക്ക് കഴിയും. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? നമ്മൾ കൂടുതൽ ഗൗരവമായ കാര്യങ്ങളിലേക്കൊക്കെ പ്രവേശിക്കും. പണം ഉണ്ടാക്കേണ്ട കാര്യങ്ങളിലേക്ക് പ്രവേശിക്കും. നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിലേക്ക് പ്രവേശിക്കും. വി ആർ സറൗണ്ടഡ് ബൈ പീപ്പിൾ, ഇൻ്റലിജൻറ്റ് പീപ്പിൾ. വി ആർ സറൗണ്ടഡ് ബൈ ഇൻ്റലിജൻറ്റ് പീപ്പിൾ. അങ്ങനെ നമുക്ക് പല മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. നമ്മുടെ ബന്ധങ്ങളിലൊക്കെ പരിവർത്തനം വരാൻ തുടങ്ങും. നമ്മുടെ ആരോഗ്യത്തിൽ പരിവർത്തനം വരാൻ തുടങ്ങും. നമ്മുടെ ഔട്ട്ലുക്കിൽ മാറ്റം വരാൻ തുടങ്ങും. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ കൂടി, ഫോക്കസ് കൂടി, ഉന്മേഷം കൂടി, ഉത്സാഹം കൂടി, കാര്യങ്ങളെല്ലാം നമ്മൾ ഗൗരവത്തോടെ ചെയ്യാൻ ആരംഭിച്ചു. സോ ദാറ്റ് വിൽ ഹെൽപ്പ് us a lot to achieve many things in our life. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.